Hello, Assalamu alaikum. How are you? Okay, now we are going to discuss the past perfect tense. We are already discussed the old tenses in present tense and simple past tense and past continuous tense. Do you remember these tenses clearly? Okay, now we are going to see the past perfect tense. The past perfect tense refers to a time earlier than before now. It is used to make it clear that one event happened before another in the past. It doesn't matter what event is mentioned first. Especially the tense makes it clear which one happened first. Okay, let's start. Are you ready? Okay, first we are going to discuss positive sentence. Okay, listen. Positive sentence chart. Subject plus had plus verb fourth form. സബ്ജക്റ്റ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പഠിച്ചതുപോലെ തന്നെ സബ്ജക്റ്റ് ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാവ് ഉപയോഗിക്കും, ഹാസ് ഉപയോഗിക്കും പ്രസന്റ് ടെൻസിൽ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ. ബട്ട് ഇതെന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇവിടെ ഹാസിന്റെയും ഹാവിന്റെയും പാസ്റ്റ് ഫോമായ ഹാഡ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയാലും ആയി വന്നു കഴിഞ്ഞാലും പ്ലൂരൽ ആയി കഴിഞ്ഞാലും ഹാഡ് തന്നെ ഉപയോഗിക്കാം. ഇവിടെ പ്രസന്റ് പെർഫെക്റ്റിന്റെ വലിയൊരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഹാഡ് എന്നുള്ള ഹെൽപ്പിംഗ് വേർബ്സ് മാത്രമാണ്. ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ ഹാസ് ഓർ ഹാവ് ഉപയോഗിക്കും. ബട്ട് ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഹാഡ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ ഐ വന്നു കഴിഞ്ഞാൽ സബ്ജക്റ്റ് ഐ വന്നു കഴിഞ്ഞാലും ഹാഡ് ഉപയോഗിക്കും. വി, യു, ദേ ഇങ്ങനെ പ്ലൂരൽ വന്നു കഴിഞ്ഞാലും ഹാഡ് ഉപയോഗിക്കും. ഹി, ഷീ, ഇറ്റ് സിംഗുലർ വന്നു കഴിഞ്ഞാലും ഹാഡ് ഉപയോഗിക്കും. ഐ ഹാഡ് പ്ലേഡ്, വി ഹാഡ് പ്ലേഡ്, യു ഹാഡ് പ്ലേഡ്, ദേ ഹാഡ് പ്ലേഡ്. He had played, she had played, it had played. Okay? Okay. ഇനി ഇതിന്റെ മലയാളം മീനിങ് വരുന്നത് എങ്ങനെയെന്ന് നോക്കാം. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ഫോർത്ത് ഫോം പ്ലസ് ഒബ്ജക്റ്റ്, അതിന്റെ ഫോർമുല. എക്സാമ്പിൾ, ഐ ഹാഡ് പ്ലേഡ് ചെസ്, ഞാൻ ചെസ് കളിച്ചിരുന്നു. ഐ ഹാഡ് പ്ലേഡ് ചെസ്, ഞാൻ ചെസ് കളിച്ചിരുന്നു. യു ഹാഡ് വോക്ക്ഡ് ഇൻ ദ ബാങ്ക്, നീ ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നു. You had worked in the bank, the ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നു. He had written the letter, അവൻ കത്ത് എഴുതിയിരുന്നു. He had written the letter, അവൻ കത്ത് എഴുതിയിരുന്നു. She had walked along the road, അവൾ റോഡിലൂടെ നടന്നിരുന്നു. She had walked along the road, അവൾ റോഡിലൂടെ നടന്നിരുന്നു. We had traveled by car, ഞങ്ങൾ ഒരു കാറിൽ യാത്ര ചെയ്തിരുന്നു. We had traveled by car, ഞങ്ങൾ ഒരു കാറിൽ യാത്ര ചെയ്തിരുന്നു. Okay, take your notebook and write down the answer. When I arrived at the school, the class dash start. So, bracket li start എന്നുള്ള verb തന്നിട്ടുണ്ട്. ഇത് past perfect tense ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഐ ആണെങ്കിലും നമ്മൾ ഒരേ ഒരു ഹെൽപ്പിംഗ് verb ആണ് ഇതിൽ യൂസ് ചെയ്യുക. എന്നിട്ട് വെർബിന്റെ എത്രാമത്തെ ഫോം യൂസ് ചെയ്യും? നാലാമത്തെ ഫോം. അപ്പോൾ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാലോ. Okay. Second question, she dash live in China before she went to Thailand. Third question, after they dash eat the shellfish, they began to feel sick. Fourth question, if you dash listen to me, you would have got the job. Fifth question, Julie didn't arrive until after I dash leave. Okay, finished? Okay, next, നെഗറ്റീവ് സെന്റൻസ് ചാർട്ട്. നെഗറ്റീവ് സെന്റൻസും നമ്മൾ പഠിച്ചതുപോലെ തന്നെയാണ്. സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഐ വന്നു കഴിഞ്ഞാലും ഒരേ ഒരു ഹെൽപ്പിംഗ് വേർബേ ഉള്ളൂ. ആ ഹെൽപ്പിംഗ് വേർബിന് ശേഷം നോട്ട് ഉപയോഗിക്കുക അല്ലെ. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് നോട്ട് പ്ലസ് വേർബ് ഫോർത്ത് ഫോം. ഇവിടെ ഐ ആണ് സബ്ജക്റ്റ്. ഐ ഹാഡ് നോട്ട് പ്ലേഡ്, വി ഹാഡ് നോട്ട് പ്ലേഡ്, they had not played, they had not played, he had not played, she had not played, it had not played. Okay, got it? Next, more examples. Subject plus had plus not plus verb fourth form plus object. First example, I had not eaten breakfast. ഞാൻ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടില്ല. I had not eaten breakfast. ഞാൻ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടില്ല.
You had not been to Asia. നിങ്ങൾ ഏഷ്യയിൽ പോയിട്ടില്ല. You had not been to Asia. നിങ്ങൾ ഏഷ്യയിൽ പോയിട്ടില്ല. We had not slept all night. ഞങ്ങൾ രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല. We had not slept all night. ഞങ്ങൾ രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല. She had not played tennis. അവൾ ടെന്നീസ് കളിച്ചിട്ടില്ല. She had not played tennis. അവൾ ടെന്നീസ് കളിച്ചിട്ടില്ല. We had not traveled by car. നമ്മൾ ഒരു കാറിൽ യാത്ര ചെയ്തിട്ടില്ല. We had not traveled by car. നമ്മൾ ഒരു കാറിൽ യാത്ര ചെയ്തിട്ടില്ല. Okay, take your notebook and write down the negative sentence. The grass was yellow because it dash not rain all summer. The grass was yellow because it dash not rain all summer. The lights went off because we dash not pay the electricity bill. The lights went off because we dash not pay the electricity bill. The children dash not do their homework, so they were in trouble. The children dash not do their homework, so they were in trouble. They dash not eat, so we went to a restaurant. They dash not eat, so we went to a restaurant. We couldn't go into the concert because we dash not bring our tickets. Okay, do you finish? Next sentence, yes or no questions. Had plus subject plus verb, fourth form. Had ആണ് helping verb. I വന്നു കഴിഞ്ഞാലും പ്ലൂരൽ വന്നു കഴിഞ്ഞാലും സിംഗുലർ വന്നു കഴിഞ്ഞാലും നമ്മൾ എന്ത് ഉപയോഗിക്കും? ഏത് ഹെൽപ്പിംഗ് വേർബ് ഉപയോഗിക്കുക? ഹാഡ് എന്നുള്ള ഒരേ ഒരു ഹെൽപ്പിംഗ് വേർബ് മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ ഹാഡ് ഐ പ്ലേഡ്, ഹാഡ് ഐ പ്ലേഡ്, ഹാഡ് വി സ്പോക്കൺ, ഹാഡ് യു സ്പോക്കൺ, ഹാഡ് ദേ സ്പോക്കൺ, had he played, had she played, had it played. Okay, listen. Had plus subject plus verb, fourth form plus question mark. Oh, had I missed the bus? എനിക്ക് ബസ് നഷ്ടമായിരുന്നോ? Past tense ലാ. എനിക്ക് ബസ് നഷ്ടമായിരുന്നോ? Had I missed the bus? Had you visited London? Had you visited London? നിങ്ങൾ ലണ്ടൻ സന്ദർശിച്ചിരുന്നോ? Had you visited London? Had she met John? അവൾ ജോണിനെ കണ്ടിരുന്നോ? Had she met John? അവൾ ജോണിനെ കണ്ടിരുന്നോ? Had we arrived too early? ഞങ്ങൾ നേരത്തെ എത്തിയിരുന്നോ? Had we arrived too early? ഞങ്ങൾ നേരത്തെ എത്തിയിരുന്നോ? Had they studied English grammar before? അവർ മുമ്പേ ഇംഗ്ലീഷ് വ്യാകരണം പഠിച്ചിരുന്നോ? Had they studied English grammar before? അവർ മുമ്പേ ഇംഗ്ലീഷ് വ്യാകരണം പഠിച്ചിരുന്നോ? Okay. And create yes or no questions. Do the exercise. First question, dash, you go there before we went together. Second question, dash, she see the film already. Third question, dash, he forgot about the meeting. Fourth question, dash, it be cold all week. Fifth question, I read the book before the class. Got it? You finished? Okay, next WH questions. Question word plus had plus subject plus verb, fourth form. Where had I played? Where had I played? What had we done? What had we done? What had you done? What had they done? Where had he played? Where had she played? Where had it played? So, past perfect tense ആകുമ്പോൾ വെർബിന്റെ ഫോർത്ത് ഫോം ആണ് യൂസ് ചെയ്യുന്ന ഹെൽപ്പിംഗ് വെർബ് ഏതാണ്? had. Okay. Next, more examples. Question word plus had plus subject plus fourth form plus question mark. Where had I left my umbrella? എന്റെ കൂടെ ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു. Where had I left my umbrella? എന്റെ കൂടെ ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു. What had you done? നിങ്ങൾ എന്ത് ചെയ്തു? What had you done? നിങ്ങൾ എന്ത് ചെയ്തു? Why had he gone already? എന്തുകൊണ്ടാണ് അവൻ ഇതിനകം പോയത്? Why had he gone already? എന്തുകൊണ്ടാണ് അവൻ ഇതിനകം പോയത്? What had we done?
ഞങ്ങൾ എന്ത് ചെയ്തു? വാട്ട് ഹാഡ് വി ഡൺ? ഞങ്ങൾ എന്ത് ചെയ്തു? വേർ ഹാഡ് ദേ ലേൺ ഇംഗ്ലീഷ് ബിഫോർ? മുന്നേ അവർ എവിടെയാണ് ഇംഗ്ലീഷ് പഠിച്ചിരുന്നത്? വേർ ഹാഡ് ദേ ലേൺ ഇംഗ്ലീഷ് ബിഫോർ? മുന്നേ അവർ എവിടെയാണ് ഇംഗ്ലീഷ് പഠിച്ചിരുന്നത്? Okay, got it? Next, do the exercise. Where dash she walk? When, second question, when you called dash they eat dinner? Third question, how dash he manage to fix the cooker? Fourth question, how much dash she study before the exam? Fifth question, what dash you cook before dinner that night? Okay, next we are going to learn the usages. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലെ പോസിറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് സെന്റൻസ് എങ്ങനെ എഴുതും, പോസിറ്റീവ് സെന്റൻസ് എങ്ങനെ എഴുതും, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എങ്ങനെ എഴുതുക, WH ക്വസ്റ്റ്യൻസ് എങ്ങനെ എഴുതുക എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്ത പഠിക്കാൻ പോകുന്നത്. First the usage in the action finished before another past action. When we arrived, the class had started. Use with when plus past simple June last Tuesday. Oh, action finished before another past actions. Okay, second one. Usage 2. How long to point in the past action? How long to a point in the past action? When he graduated, he had been in London for 6 years. Use with when, past simple, for plus time. Third usage, unreal things in the past. I wish I hadn't gone to bed so late. Use with third conditionals, wish. Okay, got it? First usage, a finished action before the second point in the past. When we arrived, a film had started. The first film started, then we arrived. പക്ഷെ നമ്മൾ അവിടേക്ക് പോയി എന്നുള്ള ആക്ഷൻ, നമ്മളവിടെ പോയപ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഫിലിം സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ പോകുന്നതിന് മുൻപേ സംഭവിച്ച കാര്യമാണ്. അപ്പൊ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും പറയാം, നമ്മൾ പോവാന്നുള്ളത് എന്ത് ചെയ്യണം? സിമ്പിൾ പാസ്റ്റ് ടെൻസിലും പറയാം. Okay, when we arrived, the film had started. We usually use the past perfect to make it clear which action happened first. Maybe we are already talking about something in the past and we want to mention something else that is further back in time. This is often used to explain or give a reason for something in the past. ഇപ്പൊ നമ്മൾ പാസ്റ്റ് ടെൻസിൽ കഴിഞ്ഞ കാര്യം രണ്ട് ആക്ഷൻസ് നമുക്ക് പറയാനുണ്ടെങ്കിൽ കുറച്ചും കൂടി ലാംഗ്വേജ് ഒന്ന് നമുക്ക് ഇത് രണ്ടും പാസ്റ്റ് ടെൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു മീനിങ് നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷെ ക്ലിയർ ആയിട്ടുള്ള ഒരു മീനിങ് കിട്ടണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താണ് ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞ അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞ ആക്ഷൻസിനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും പറയണം. കുറച്ച് അത് കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞ ആക്ഷൻസിന് സിമ്പിൾ പാസ്റ്റ് ടെൻസിലും പറയുമ്പോൾ ആ ലാംഗ്വേജിന് ഒരു പൂർണ്ണത വരും. ഇപ്പൊ ഇവിടെ വന്ന് when we arrived, the film had started എന്നാണ്. when we arrived നമ്മൾ വരുന്നതിന് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്? ഫിലിം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഫിലിം സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്? അതിന് മുന്നേ കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് പറയുന്നത്. അപ്പൊ രണ്ട് ആക്ഷൻസ് when we arrived, അവിടെ ആ when we arrived എന്ന് പറയുന്നത് തന്നെ അവിടെ സെന്റൻസ് കംപ്ലീറ്റ് അല്ല. പിന്നെ അടുത്ത് ഒരു എന്തോ ഒന്നും കൂടി പറയാനുണ്ട് എന്നുള്ളതും കൂടിയാണ് ഇത് എന്ത് ചെയ്യുന്നത്? കാണിക്കുന്നത്. അതാണ് we usually use the past perfect to make it clear which action happened first. Maybe we are already talking about something in the past and we want to mention something else that is further back in time. This is often used to explain or give a reason for something in the past. For example, I had eaten dinner so I wasn't hungry. I had eaten dinner so I wasn't hungry. ഞാൻ അത്താഴം കഴിച്ചിരുന്നു, അതുകൊണ്ട് എനിക്ക് വിശക്കുന്നില്ല. അപ്പം അത്താഴം കഴിക്കുക എന്നുള്ളത് ഇതിനു മുന്നേ ചെയ്ത് കഴിഞ്ഞു, എന്നിട്ടാണല്ലോ വിശപ്പില്ലാതാവുന്നത് അല്ലെ? അപ്പൊ അത്താഴം കഴിച്ചു എന്നുള്ള ആ ഒരു ആക്ഷൻ വന്നിട്ട് എന്ത് ചെയ്യണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറഞ്ഞു. എനിക്കിപ്പോ വിശക്കുന്നില്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയാം. I had eaten dinner so I wasn't hungry. Next example, it had snowed in the night so the bus didn't arrive. It had snowed in the night so the bus didn't arrive. The meaning, രാത്രിയിൽ മഞ്ഞുവീഴ്ച ഉണ്ടായതിനാൽ ബസ് എത്തിയില്ല. രാത്രി മഞ്ഞുവീഴ്ച ഉണ്ടായതിനാൽ ബസ് എത്തിയില്ല. അപ്പൊ അതില് ഇറ്റ് ഹാഡ് മഞ്ഞ് വീഴുക എന്നുള്ളത് ഫസ്റ്റ് നടന്ന ആക്ഷൻ ആണ്.
അത് കഴിഞ്ഞിട്ട് നടന്ന ആക്ഷനാണ് ബസ് വരാതിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇറ്റ് ഹാഡ് സ്നോഡ് ഇൻ ദ നൈറ്റ് സോ ദ ബസ് ഡിഡിൻ അറൈവ്. അപ്പൊ ഇറ്റ് ഹാഡ് സ്നോഡ് എന്നുള്ള ഫസ്റ്റ് കഴിഞ്ഞുകൊണ്ട് അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറഞ്ഞു. പിന്നെ ബസ് വന്നില്ല എന്നുള്ളത് നമ്മൾ പറയുന്നത് എന്താണ്, അത് കഴിഞ്ഞിട്ടുള്ളതായതുകൊണ്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസിലും പറഞ്ഞു. സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ നെഗറ്റീവ് സെന്റൻസ്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ. ദ ക്ലാസ് സ്റ്റാർട്ടഡ് ബിഫോർ വി അറൈവ് എന്നുള്ള അതിന്റെ മീനിങ് എന്താ, ഞങ്ങൾ വരുന്നതിന് മുമ്പ് ക്ലാസ് ആരംഭിച്ചു. The class started before we arrived. പക്ഷെ the class had started before we arrived. അങ്ങനെ പറയുമ്പോൾ എന്താണ്, ഞങ്ങൾ വരുന്നതിന് മുൻപ് ക്ലാസ് ആരംഭിച്ചിരുന്നു. കുറച്ചും കൂടി ലാംഗ്വേജ് ക്ലിയർ ആവുന്നത്, പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നത് ഏത് യൂസ് ചെയ്യുമ്പോഴാണ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഗോട്ട് ഇറ്റ്? ഓക്കെ, നെക്സ്റ്റ് യൂസേജ്. യൂസേജ് 2. Something that started in the past and continued up to another action or time in the past. The past perfect tells us how long, just like the present perfect. But this time the action continues up to a point in the past rather than the present. Usually we use for plus time. We can also use the past perfect continuous here. So we most often use the past perfect with the stative verbs. Something that started in the past and continued up to another action or time in the past. എന്തെങ്കിലും ഒന്ന് പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പാസ്റ്റിൽ കണ്ടിന്യൂ ചെയ്ത് അവിടെ തന്നെ തീർന്നു പോയി, പ്രസന്റിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ പ്രസന്റ് പെർഫെക്റ്റും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു എന്താണ്, പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യം പ്രസന്റ്സിലും നമ്മൾ ആ ആക്ഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന സെന്റൻസുകളാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും യൂസ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. ബട്ട് ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അത് കുറേ കാലം ഉണ്ടായിരുന്നു പാസ്റ്റ്, നമ്മൾ പ്രസന്റ് ടെൻസിൽ അതിനെ കുറിച്ച് പറയാ ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സെന്റൻസുകൾ, അങ്ങനെ വരുന്ന ആക്ഷൻസ് നമ്മൾ ഏതിൽ പറയും, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ the past perfect tells us how long, just like the present perfect. Present perfect tense പോലെ തന്നെ, പക്ഷെ ചെറിയ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാസ്റ്റിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആകുമ്പോൾ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, പ്രസന്റ് സിറ്റുവേഷനിലും നമ്മളത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ബട്ട് ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രസന്റിൽ അതിനെ കുറിച്ച് പറയാണ്, ചെയ്ത് കഴിഞ്ഞു, അതൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് അതിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് അത് അവിടെ തന്നെ അവസാനിച്ചു, അത് ഇപ്പം എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ആ ആക്ഷൻസ് ചെയ്യുന്നില്ല. അങ്ങനെ വരുന്ന സെന്റൻസ് ഒക്കെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയുന്നത്. അപ്പോൾ ബട്ട് ദിസ് ടൈം ദ ആക്ഷൻ കണ്ടിന്യൂസ് അപ് ടു പോയിന്റ് ഇൻ ദ പാസ്റ്റ് റാദർ ദാൻ ദ പ്രസന്റ്. യൂഷ്വലി വി യൂസ് ഫോർ പ്ലസ് ടൈം. ഫോറിന്റെ കൂടെ ടൈം, ഏതെങ്കിലും ഒരു ടൈം അതിൽ എന്ത് ചെയ്യണം, നമ്മൾ യൂഷ്വലി അത് യൂസ് ചെയ്തിരിക്കണം. ഇപ്പോൾ ഫോറിന്റെ കൂടെ ഇപ്പോൾ 4 years 3 years അല്ലെങ്കിൽ 6 years 7 years അല്ലെങ്കിൽ 3 weeks എന്നൊക്കെ നമ്മൾ ടൈമിംഗ് മെൻഷൻ ചെയ്യണം. We can also use the past perfect continuous here. So we most often use the past perfect with stative verbs. അപ്പോൾ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഉപയോഗിക്കാം. ബട്ട് സ്റ്റേറ്റീവ് വേർബ്സ് ആണ് പാസ്റ്റ് പെർഫെക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. First example, when he graduated, he had been in London for 6 years. He arrived in London 6 years before he graduated and lived there until he graduated or even longer. So he arrived in London 6 years before he graduated. അപ്പോൾ ഇവൻ ലണ്ടനിൽ വന്നു, ഡിഗ്രിക്കൊക്കെ ചേർന്ന് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഗ്രാജുവേഷൻ കിട്ടാനാകുന്ന അത്രയും കാലഘട്ടത്തിൽ അവൻ എവിടെ ഉണ്ടായിരുന്നത്, ലണ്ടനിൽ ഉണ്ടായിരുന്നു അല്ലെ. പക്ഷെ ലണ്ടനിൽ വരിക എന്നുള്ള ആക്ഷനാണ് ഫസ്റ്റ് ഉണ്ടായിരിക്കുന്നത്, പിന്നെയാണ് എന്ത് ചെയ്തുള്ളത്, അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഗ്രാജുവേഷൻ പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. വെൻ ഹി ഗ്രാജുവേറ്റഡ് ഹി ഹാഡ് ബീൻ ഇൻ ലണ്ടൻ ഫോർ 6 years. ഹി അറൈവ്ഡ് ഇൻ ലണ്ടൻ 6 years ബിഫോർ ഹി ഗ്രാജുവേറ്റഡ് ആൻഡ് ലിവ്ഡ് ദെയർ അൺടിൽ ഹി ഗ്രാജുവേറ്റഡ് ഓർ ഈവൻ ലോങ്ങർ. എന്തുവാണെങ്കിലും ആവാം അല്ലെ. നെക്സ്റ്റ് എക്സാമ്പിൾ, ഓൺ ദ 20th of July I had worked here for 3 months. On the 20th of July I had worked here for 3 months. Okay, next usage. Usage 3. To talk about unreal or imaginary things in the past, in the same way that we use the past symbol to talk about unreal or imaginary things in the present. We use the past perfect one step back in time to talk about unreal things in the past. This is common in the third conditional and after wish. അപ്പോൾ ഇത് ഇനി എവിടെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കണ്ടീഷണൽ ക്ലോസ് പഠിക്കുമ്പോൾ ഇത് വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പൊ കണ്ടീഷണൽ ക്ലോസിൽ എന്ത് ചെയ്യാണ്,
തേർഡ് കണ്ടീഷണൽ എന്ന് പറയും. ഇമാജിനറി, നമ്മൾ ഇമാജിനേഷൻ അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കൂലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അധികം പറയുന്നത് ഏതിലാണ്? ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് പറയുന്നത്. എക്സാമ്പിൾ, ഇഫ് ഐ ഹാഡ് നോൺ യു വേർ ഇൽ ഐ വുഡ് ഹാവ് വിസിറ്റഡ് യു. ഇഫ് ഐ ഹാഡ് നോൺ യു വേർ ഇൽ ഐ വുഡ് ഹാവ് വിസിറ്റഡ് യു. എന്താ മീനിങ്? നിങ്ങൾക്ക് അസുഖമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ സന്ദർശിക്കുമായിരുന്നു. അപ്പോൾ അസുഖം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് നിങ്ങളെ സന്ദർശിക്കാതിരുന്നത്. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ സന്ദർശിക്കുമായിരുന്നു എന്നിപ്പോ അയാൾ അസുഖമൊക്കെ മാറി തിരിച്ചു വന്നതിന് ശേഷം അറിയുമ്പം അവരത് പറയുന്ന കാര്യങ്ങളാണ്. ഇനി അത് നടക്കാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. അത് ഇമാജിനേഷൻ ആണ്. ചിലരറിയില്ല, ഞാൻ നന്നായിട്ട് അപ്പൊ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടുമായിരുന്നു എന്ന്. പക്ഷെ പഠിച്ചിട്ടുമില്ല, നല്ല മാർക്കുമില്ല. പക്ഷെ ആഗ്രഹങ്ങൾ, ഇമാജിനേഷൻ, അൺറിയൽ തിങ്സ്. Okay, if I had known you were ill, I would have visited you. She would have passed the exam if she had studied harder. അവൾ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ അവൾക്ക് എക്സാമിന് എന്താവായിരുന്നു? പാസ്സാവാമായിരുന്നു. ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ? ആ എക്സാമിൽ ഫെയിൽ ആയില്ലേ? ഓക്കെ. ഐ വിഷ് ഐ ഹാഡിൻ ഗോൺ ടു ബെഡ് സോ ലേറ്റ്. കണ്ടീഷണൽ ക്ലോസിൽ യൂസ് ചെയ്യുന്നത് വിഷ് എന്ന് പറയുന്ന വേർഡിന് ശേഷം ഐ വിഷ് ഐ ഹാഡ്, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന ലെവലിൽ പറയുന്നതും എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗോട്ട് ഇറ്റ്? അടുത്ത് എക്സസൈസസ്. ഡു ദ എക്സസൈസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, when Julie got home from her holiday, the flat was a mess. John dash have a party. When I opened the curtains, the sun was shining and the ground was white. It dashed snow during the night. John dash play the piano when he was a child, but he doesn't play now. First, I tidied the flat. Then I dash sit down and had a cup of coffee. Keiko dash meet William last September. William felt ill last night because he dashed too many cakes. The laundry was wet. It dash rain while I was out. After arriving home, I realized I dash buy any milk. When he dash arrived at the party, Julie had just left. It dash rain all summer, so the grass was completely dead. Okay, you completed this work? Okay, next, 3 usages. First usage, action finished before another past action. When we arrived, the class had started. Use with when plus past simple June last Tuesday. Next usage, how long to a point in the past action. When he graduated, he had been in London for 6 years. Use with when plus past simple for plus time. Next, usage 3, unreal things in the past. I wish I hadn't gone to bed so late. Use with third conditionals wish. Okay, now I am going to wind up this lesson here. Thank you. Assalamu alaikum.